ഞാൻ കണ്ടത് ഒരു ആനിമയാണെന്ന് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല. നമ്മളൊരു ഫാൻ ഷോയ്ക്ക് തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതിപ്പോ സൂപ്പർ സ്റ്റാർ ആയാലും തലപതി ആയാലും ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും ഇവരുടെയൊക്കെ വലിയ ഹൈപ്പിൽ വരുന്ന മൂവി, അതിന്റെ ഫാൻ ഷോ, ആ ഒരു മൂവി കാണുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ഒരു ഓറ ഉണ്ടല്ലോ, ആ ഒരു ഓഡിയൻസിന്റെ അവിടെ ഭയങ്കര വിസിലും ക്ലാപ്പും ഒക്കെ ആയിട്ട് ഫുൾ എൻജോയ് ചെയ്ത് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ ഒരു ആനിമേ മൂവിക്ക് കിട്ടിയത്. ഓരോ ക്യാരക്ടേഴ്സും അവരുടെ ഇൻട്രോസും ഓരോ ബാക്ക് സ്റ്റോറീസും ഓരോ ഫൈറ്റും ഓരോ ആക്ഷൻസും എല്ലാം വരുമ്പോൾ ആ ഒരു എൻറ്റയർ തിയേറ്ററിൽ കിട്ടുന്ന ഒരു ഓറ, മാൻ, അത് എങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഡെഫിനറ്റ്ലി ഒന്നുകൂടി ഈ സിനിമ കാണും. ഞാൻ ഈ മൂവി കണ്ട ഐമാക്സിലാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് മൂവീസ് ഐമാക്സിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ വളരെ ചുരുക്കം മൂവീസ് മാത്രമേ ആ ഒരു ക്ലാപ്പും വിസിലും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയെല്ലാം ഭയങ്കര ഒരു സൈലന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും. ചില ഗൂസ് ബംസ് ആയിട്ടുള്ള സീക്വൻസ് ആയിരിക്കും. അത് വന്നാലും ഓഡിയൻസ് ഒക്കെ ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ മാത്രം ഇരുന്ന് ക്ലാപ്പ് അടിച്ച സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മൂവിക്ക് കിട്ടിയ ഒരു ഓഡിയൻസും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും ഞാൻ മറക്കത്തില്ല ഒരിക്കലും. കാരണം ഇതിന് തൊട്ടുമ്പോ പോയി കണ്ട ആഷുറ ട്രെയിനിങ് ആയാലും ശരി, ഷോർട്ട് സ്മിത്ത് ആർക്കായാലും അതിന്റെയൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ ഡൗൺ ആയിരുന്നു. കാരണം അത്ര ഓഡിയൻസും അല്ലെങ്കിൽ അത്ര വലിയൊരു ലാർജ് സ്കെയിലോ ഈ ഐമാക്സ് എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആനിമ ഐമാക്സ് കാണുന്നത്. ഇത് തൊട്ടുമ്പോ ഐമാക്സിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നോർമൽ പിആറിലാണ് കണ്ട. പക്ഷെ ഈ ഒരു മൂവി ഡീമോൺ സ്ലെയറിന്റെ ഇൻഫിനിറ്റി കാസൽ, ഇതിന്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ടോപ്പ് നോച്ച് ആയിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഒരു ആനിമെ മൂവി വെൽ പാക്ഡ് ആയിട്ടുള്ള ഓഡിയൻസിനോട്, അതും ഐമാക്സിലൂടെ ഇങ്ങനത്തെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുമെന്ന്. അമ്മാതിരി ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂവി. ആൻഡ് സിനിമയിലോട്ട് വരുവാണെങ്കിൽ ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ടൈറ്റിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ദ ഇൻഫിനിറ്റി കാസിൽ. മാർവലിന്റെ ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമും ആ ഒരു മൂവീസിന്റെ അതേ ഒരു വൈബായിരുന്നു ഈ ഒരു മൂവി കാണാനായിട്ട്. തൊട്ടുമ്പ് റിലീസ് ആഷുറ ട്രെയിനിങ്ങിലെ ലാസ്റ്റ് എപ്പിസോഡിൽ ലാസ്റ്റ് ഒരു സീക്വൻസ് ഉണ്ട്. മൂസൻ ആ ഒരു ഇൻഫിനിറ്റി കാസിലോട്ട് എല്ലാവരും കൊണ്ടുപോകുന്നത്. ആൻഡ് ഈ ഒരു ഇൻഫിനിറ്റി കാസിലോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് ഓരോ ക്യാരക്ടേഴ്സും അവരുടെ ഇൻട്രോയൊക്കെ വെച്ച് ഒരു സ്റ്റാർട്ടിങ് കൊണ്ട് മോനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ഒരു കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആ ഒരു അവഞ്ചേഴ്സിന്റെ ഒക്കെ മൂവി ലാസ്റ്റ് കണ്ടപ്പോൾ എല്ലാ സൂപ്പർ ഹീറോസും താനോസും എല്ലാ വില്ലൻസ് ഒക്കെ വന്നിട്ട് ക്യാപ്റ്റൻ അമേരിക്ക വന്നിട്ട് അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാറിലോട്ട് അങ്ങ് ഇറങ്ങത്തില്ല. അതേ ഒരു വൈബായിരുന്നു ഈ ഒരു മൂവിക്ക്. ഇതൊരു സീരിയസ് ആയിട്ട് വന്ന ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ മൂവി ആയിട്ട് പ്രസന്റ് ചെയ്തപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഡെമൺ സ്ലെയറിന്റെ ഫൈനൽ സീസണിന്റെ പാർട്ട് 1 ആണ്. ഇനി 2 പാർട്ടും കൂടി ഉണ്ട്. അടുത്ത എനിക്ക് തോന്നുന്നു 2027-ലും അത് കഴിഞ്ഞ് 2029-ലും ആണ് തോന്നുന്നു. 2-3 വർഷം എന്തായാലും വെയിറ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ആ ഒരു വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ. ഈ ഒരു മൂവി മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻഫിനിറ്റി കാസിനകത്ത് പോയതിനു ശേഷം ആഷിറാസും ഡിമൻസും തമ്മിലുള്ള ഫൈറ്റും അവിടെ നടക്കുന്ന ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഓരോ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഇൻട്രോ ആണ്. നമുക്കറിയാം ഇവരുടെ ഇൻട്രോ എങ്ങനെയായിരിക്കും, ഇവർ എങ്ങനെയാണ് വരുന്നത്, ഇവരുടെ പവേഴ്സ് എന്താണെന്നൊക്കെ. പക്ഷെ ഇതിലൊരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ ഒരു ഇൻട്രോ ഉണ്ട് ഈ സിനിമയിൽ. എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞ സ്പോയിൽ ആയിപ്പോ അതുകൊണ്ട് പറയുന്നില്ല. ടോപ്പ് ലെവലായിരുന്നു ഓരോ ക്യാരക്ടേഴ്സും. അവര് വരുന്നതിന് തൊട്ടുമ്പോൾ അവർക്കൊരു ബിൽഡപ്പ് ഉണ്ട്. ആരെങ്കിലും രണ്ടുപേരും വന്നിട്ട് ഇന്ന ക്യാരക്ടർ ഇവിടെ നിന്ന് വരും, അവിടെ നിന്ന് വരും, ഇന്ന ക്യാരക്ടർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ചുമ്മാ തള്ളി മറിക്കുകയല്ല, അവരങ്ങ് വരും. അതൊരു ഒന്നൊന്നര വരവാണ് ഓരോ ക്യാരക്ടേഴ്സിന്റെയും. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കിഡിലം ഇൻട്രോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റെല്ലാവരും അടിപൊളിയാണ്. ടാഞ്ചൂർ ആയാലും ശരി, സെൻസു ആയാലും ശരി, എല്ലാവരും ആരൊക്കെ വരുന്നുണ്ട് അവരുടെയൊക്കെ ഇൻട്രോസ് ഒക്കെ പൊളിയാണ്. ഞാൻ ചിലപ്പോൾ പേരൊക്കെ എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻട്രോസ് ഒക്കെ അറിയാതെ വായിന്ന് വരും. അമ്മാര് ലെവലാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വേറെ ലെവലായിട്ട് തോന്നിയ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് അക്കാസയുടെ ആയിരുന്നു. അക്കാസയുടെ ഒരു ഇൻട്രോ ഉണ്ട്. ടാഞ്ചൂറയും ഗീവും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ പുള്ളിക്കാന്റെ ഒരു വരവുണ്ട്. ലെവൽ ഐറ്റം ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇവർ തമ്മിലുള്ള ഫൈറ്റും. ടാഞ്ചൂറയും ഗീയും അക്കാസയും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതാണ് സിനിമയുടെ ആ ഒരു എൻഡ് പോർഷനിലൊക്കെ വരുന്നത്. അവിടുത്തെ ഒരു മ്യൂസിക്കും ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നതും അവിടുത്തെ കളേഴ്സും വിഷ്വൽസും ഫൈറ്റ് സീക്വൻസും ഒരു രക്ഷയില്ല. കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറിയും അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇവന്റ്സും ആ ഒരു ഇൻഫിനിറ്റി കാസിനകത്ത് പോയതിനു ശേഷം അവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും അതൊക്കെയാണ് ഈ ഒരു മൂവി മെയിൻലി സംസാരിക്കുന്നത്. ഒരു ഫൈറ്റ് നോക്കുമ്പോൾ ടാഞ്ചൂറി അക്കാസ ആയിരിക്കാം, മറ്റൊന്ന് ഇൻസോയ്ക്ക് ആയിരിക്കാം, മറ്റൊന്ന് സെൻസുകോ ആയിരിക്കാം. അങ്ങനെ ഒരു ടൈമിൽ തന്നെ പല ഏരിയാസിൽ പലവരും തമ്മിലുള്ള ഫൈറ്റും അവർ തമ്മിലുള്ള സീക്വൻസ് ഒക്കെയാണ് കാണിച്ചു പോകുന്നത്. ഓരോ ഫൈറ്റ് സീക്വൻസിന്റെ ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അവർ ബാക്ക് സ്റ്റോറി, അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെ എത്തിപ്പെട്ടു എന്ന്. അതുപോലെ ആഷ്റാസ് ആയിരിക്കാം, ഡിമൻസ് ആയിരിക്കാം, ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ടെക്നിക്ക് എങ്ങനെ വന്നു, അവരുടെ പവേഴ്സ് എങ്ങനെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കൺവേർട്ട് ആയത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ പ്ലേസ്മെന്റ് ഡീറ്റെയിലിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ആഷിറാസിന്റെ ആയാലും ഡിമൻസിന്റെ ആയാലും രണ്ടുപേരും ബാക്ക് സ്റ്റോറി ഒക്കെ വളരെ നൈസ് ആയിട്ടാണ് ഈ ഒരു മൂവിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരുപാട് പേര് ബാക്ക് സ്റ്റോറി കാണിച്ചു പോകുന്നുണ്ട് സിനിമയിൽ. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന അക്കാസയുടെ ഒരു ബാക്ക് സ്റ്റോറിയാണ്. ഒരു അടിപൊളി ബാക്ക് സ്റ്റോറി ആയിരുന്നു. ഇമോഷണൽ വൈസ് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ സിറ്റുവേഷൻസും അവിടെ നടത്തുന്ന ഇവന്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു എൻ്റയർ മൂവിയിൽ അതുമായിരുന്നു കുറച്ചും കൂടി ലെങ്തി ആണ് എനിക്ക് തോന്നിയത്. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ആ ഒരു ബാക്ക് സ്റ്റോറി. മറ്റുള്ളവരുടെ ബാക്ക് സ്റ്റോറി ഒക്കെ ആ ഒരു മൂവ്മെന്റിൽ ഭയങ്കര ഫാസ്റ്റ് പേസ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അക്കാസയുടെ ആ ഒരു ബാക്ക് സ്റ്റോറിയിലോട്ട് വരുമ്പോൾ ആ ഒരു മൂവ്മെന്റ് ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. ആ ഒരു മൂവിയുടെ എൻഡ് പോർഷനിലൊക്കെ വരുമ്പോൾ അക്കാസയുടെ ഒരു ബാക്ക് സ്റ്റോറിയാണ് പറയുന്നത്. അത് ഭയങ്കര ഇമോഷണൽ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. പക്ഷെ കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്, ചെറുതായിട്ടൊരു ട്രിം ചെയ്യാന്ന് തോന്നിപ്പോയി പല ഏരിയാസും. പക്ഷെ മറ്റുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറി ആയാലും അവരുടെ ഇവന്റ്സ് ആയാലും ഫൈറ്റ് സീക്വൻസ് ആയാലും എല്ലാം പക്കയായിരുന്നു.
ആയിരുന്നു. അടിപൊളിയായിരുന്നു. സ്റ്റാർട്ട് ടു ദ എൻഡ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ സിറ്റുവേഷൻ കാണിക്കുന്നതും അവരുടെ ഇവന്റ്സും ഫൈറ്റ് സീക്വൻസും എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു മൂവി. സ്റ്റാർട്ടിംഗ് സീൻ, അതായത് ആ ഒരു ഇൻഫിനിറ്റി കാസ്റ്റിൽ ഇവർ വീഴുന്നത് തൊട്ട് ആ സിനിമയുടെ എൻഡ് വരെ ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു. ആകെ ഒന്ന് ലെങ്ത് കൂടിയോ എന്ന് ഡൗട്ട് അടിച്ചത് അക്കാസയുടെ മാത്രമാണ്. ബാക്കി എല്ലാം അടിപൊളി എന്ന് പറഞ്ഞാൽ കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് അക്കാസയുടെ ബാക്ക് സ്റ്റോറി സംസാരിക്കുമ്പോൾ ഒരു ഡ്യൂറേഷൻ കൂടിപ്പോയിട്ട് ബോർ എന്നല്ല ഞാൻ പറയുന്നത്. മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറിനെക്കാളും കുറച്ചുകൂടി കൂടിപ്പോയി. അത് വേറെ ഒരു കുഴപ്പമില്ല. ആ ഒരു ക്യാരക്ടർ ബാക്ക് സ്റ്റോറി ശരിക്കും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്ത ഒരുപാട് സിറ്റുവേഷൻസും അത് ഭയങ്കര ഇമോഷണൽ കണക്ട് ചെയ്യാനാണ് അത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ ക്യാരക്ടേഴ്സും. ഈ ഒരു മൂവി മെയിൻലി ആക്ഷൻ സീക്വൻസും ഫൈറ്റ് സീക്വൻസും മാത്രമല്ല, അത് ഇങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസിൽ കടന്നു പോകുന്നുണ്ട്. ആ ഒരു ഇമോഷനൊക്കെ നല്ല രീതിക്ക് തന്നെ എല്ലാ ക്യാരക്ടേഴ്സിലും എല്ലാ ഇവന്റ്സിലും വർക്ക് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന പല ക്യാരക്ടേഴ്സും അവരുടെ ലൈഫ് ജേർണി എങ്ങനെയായിരുന്നു, അവരെന്തൊക്കെ ഇവന്റ്സ് ആണ് കടന്നു പോയത്, എല്ലാം വളരെ നൈസ് ആയിട്ട് തന്നെ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബാക്ക് സ്റ്റോറി സെഗ്മെന്റ് നല്ല രീതിക്ക് തന്നെ സിനിമയിൽ വർക്ക് ആവുന്നുണ്ട്. ഞാനൊരു ആനിമേ ഫാൻ ആണെങ്കിലും ഞാൻ അങ്ങനെ അധികം ആനിമേസ് ഒന്നും കണ്ടിട്ടില്ല. വളരെ ചുരുക്കം ആനിമേസ് കണ്ടിട്ടുള്ളൂ. അതിലും വിരൽ എണ്ണാവുന്ന മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പെൻഡിംഗ് ലിസ്റ്റ് ഇരിക്കുകയാണ്. വൺ പീസ് പോലും ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആനിമയാണ് ഡിമൺ സ്ലെയർ എന്ന് പറയുന്നത്. കാരണം മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറി, ആ ഒരു ഡിമൺ ഹാഷിറാസ് അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ള ഒരു തീം അത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതിന്റെ ഒരു മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ, ഓരോ ഫൈറ്റ് സീക്വൻസ് ഇവർ എക്സിക്യൂട്ട് ചെയ്തിരുന്നത്, അതിന്റെ ആനിമേഷൻ ആയാലും അതിന്റെ ഫൈറ്റ് ആയാലും ഒരു ടെക്നിക് ആയാലും ആ ഒരു വിഷ്വൽ ആയാലും മ്യൂസിക് ആയാലും എല്ലാം വേറെ ലെവലായിരുന്നു. അതിൽ എസ്പെഷ്യലി ചില ക്യാരക്ടേഴ്സിന്റെ ഫൈറ്റും അവരുടെ ടെക്നിക്ക് എടുക്കുമ്പോൾ ആ ഒരു വിഷ്വൽ, ആ ഒരു കളറിങ്, ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ അവിടുത്തെ എക്സിക്യൂഷൻ പൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. അതിൽ എസ്പെഷ്യലി താഞ്ചൂരി അക്കാസായിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്. അവിടുത്തെ ടെക്നിക്കും അവിടുത്തെ ആ ഒരു ഫൈറ്റ് സീക്വൻസ്, അതിന്റെ ഒരു എക്സിക്യൂഷനും കളറിങ്ങും ലൈറ്റിങ്ങും എഡിറ്റിങ്ങും ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര കടിലായിരുന്നു ആ ഒരു ഒറ്റ ഫൈറ്റ്. ബാക്കിയുള്ള എല്ലാ ഫൈറ്റും കിടിലാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുറച്ചുകൂടി ലെവൽ ഒരു ടോപ്പിൽ നിൽക്കുന്നതായിട്ട് തോന്നിയത് ആ ഒരു ഫൈറ്റ് ആണ്. അതിന്റെ ഒരു എൻറ്റയർ വിഷ്വലൈസേഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു എൻറ്റയർ പ്രസന്റേഷനോ അടിപൊളിയായിരുന്നു. ആനിമേസിൽ ഡിമൺ സ്ലെയർ ആണ് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓൾ ടൈം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു പൊസിഷൻ എന്റെ മനസ്സിൽ ആ ഒരു ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 5 ഉറപ്പായിട്ടും ഡിമൺ സ്ലെയർ കാണും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആനിമയാണ്. കാരണം അതിന്റെ ആക്ഷൻ സീക്വൻസ് ആയാലും സ്റ്റൈലിംഗ് ആയാലും കളറിംഗ് ആയാലും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നെയിം ഇട്ട് എല്ലാം അടിപൊളിയായിരുന്നു. സോ എനിക്ക് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്സ്പീരിയൻസ് എന്ന ഒരു ആനിമേ മൂവി തന്നെയാണ്. ഇതിന് തൊട്ടുമ്പോൾ രണ്ടും തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വൈസ് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഓഡിയൻസും കുഴപ്പമില്ലാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുമെന്ന്. അതും ഐമാക്സിൽ ആ വിഷ്വൽ വൈസ് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുമ്പോൾ അതിന്റെ കൂടെ ഒരു കിടിലം പാക്കഡ് ആയിട്ടുള്ള ഓഡിയൻസ്, ഒരു കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് കൂടി ആയപ്പോൾ പറയാൻ വേറെ ഒന്നുമില്ല, ആനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ആൻഡ് ഡിമൺ സ്ലെയറിന്റെ ഇതുവരെയുള്ള ഒരു എപ്പിസോഡ് ഒരു സീസൺ പോലും കണ്ടിട്ടില്ല. ഈ ഒരു മൂവി പോയി കാണുന്നതിൽ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു തേങ്ങ മനസ്സിലാവില്ല. അത് വേറൊരു കാര്യം. നിങ്ങൾ സിനിമ കാണുമ്പോൾ ഫസ്റ്റ് സീക്വൻസ് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരു ഡൈമെൻഷനിലോട്ട് പോകും. പിന്നീട് അവിടെ ഒരുപാട് ആൾക്കാർ വരും. ഒരുപാട് പേര് വരുമ്പോൾ തിയേറ്റർ ഫുള്ളും ക്ലാപ്പ് വിസിലായിരിക്കും. ഇതൊക്കെ ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പിന്നെ കുറെ ഫൈറ്റ് ഒക്കെ കുഴപ്പമില്ല, അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തിനാണ് ഇവർ ഫൈറ്റ് ചെയ്യണം, ആരാണ് ഇവരൊക്കെ എന്നൊക്കെ ആലോചിച്ച് വരുമ്പോൾ തന്നെ കിളി പോകും. അതുകൊണ്ട് ഡിമൺ സ്ലെയറിന്റെ ഇതിന് തൊട്ടുമ്പോഴുള്ള എല്ലാ എപ്പിസോഡും സീസൺസും കണ്ടാൽ മാത്രമേ ഈ ഒരു ഐറ്റം വർക്ക് ആവത്തുള്ളൂ. ഈ ഒരു ഫൈനൽ സീസണിൽ ഇനി 2 പാർട്ടും കൂടി വരാനുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് തന്നെ ഈ ലെവലാണെങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് പിന്നെ പറയേണ്ട കാര്യമില്ല. തേർഡ് ആൻഡ് ഫൈനൽ പാർട്ടൊക്കെ ഏത് ലെവലിൽ ഇവന്മാർ റിലീസ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ആൻഡ് ആനിമേ വൈസ് ആ ഒരു ഐമാക്സ് എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.